ഒരു സി വി ടി ഗിയർ ബോക്സിൽ നിന്നൊരു മൈക്ര സ്റ്റോക്ക് വന്നിട്ടുണ്ട് 2016 മോഡൽ നിൽക്കുന്നൊരു വാഹനം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ശ്രദ്ധിച്ച സമയത്ത് എൻ്റെ ഗിയർ ലിവറിൻ്റെ ഭാഗത്ത് ഒരു ചെറിയൊരു നോബ് ഒരു സ്വിച്ച് കണ്ടത്. ഗിയർ ലിവറിനകത്ത് നോർമലി ഈ ഒരു പ്രസ്സിങ് സ്വിച്ച് വരാറുണ്ട്. പക്ഷേ ഒരു അഡീഷണലി മറ്റൊരു സ്വിച്ച് കൂടി ഇവിടെ കണ്ടു. ഇത് എന്തിനാന്നുള്ളത് എനിക്കറിയില്ല. ഷിഫ്റ്റ് ലോക്കിൻ്റെ സ്വിച്ച് ഇവിടെ വേറെ വരുന്നുണ്ട്. പക്ഷേ ഇതെന്തിനാന്നുള്ളത് അറിയുന്നവർ ഒന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എനിക്കതൊരു പുതിയ ഇൻഫോർമേഷൻ അല്ലെങ്കിൽ പുതിയ അറിവിന് വേണ്ടിയിട്ടാണ്. കാരണം ഇതിങ്ങനെ സ്വിച്ച് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഒരു അടിപൊളി കളർ കോമ്പിനേഷനിൽ നിൽക്കുന്ന 2016 മോഡലിൽ നിൽക്കുന്ന XV എന്ന ഫുൾ ഓപ്ഷൻ വേരിയൻറ്റിൽ മൈക്ര ഓട്ടോമാറ്റിക് ഒറിജിനൽ കേരള വാഹനം വന്നിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും 60,000 കിലോമീറ്റർ ആയിട്ടുള്ള വാഹനം. XV എന്ന വേരിയൻ്റ് അതുകൊണ്ട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, അതേപോലെ അലോയ് വീൽസ്, ഓട്ടോ ക്ലൈമറ്റ് AC, സ്റ്റീരിംഗ് കൺട്രോൾ, കമ്പനി ഇൻബിൽഡ് മ്യൂസിക് സിസ്റ്റം, എയർ ബാഗ്, ABS തുടങ്ങിയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം നിൽക്കുന്ന മൈക്രയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കളർ ബ്ലാക്കിലും അതേപോലെ ഈ ഒരു കളറാണ് ഏറ്റവും കൂടുതൽ നിരത്തുകൾ നമുക്ക് കാണാൻ കഴിയുന്നതും. ആ ഒരു കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കളർ കൂടിയാണ് ഈ ഒരു മൈക്രയിൽ. ഈ ഒരു കളറും അതേപോലെ ഇതിൻ്റെ സെയിം ഒരു ബ്ലാക്ക് കളറും വരുന്നുണ്ട്. മറ്റുള്ള കളേഴ്സ് മോശമല്ല, പക്ഷേ മറ്റുള്ള കളേഴ്സിന് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഒരു ചെറിയ രീതിയിൽ അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. KL01 ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്നൊരു CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് എന്ന നിസാൻ മൈക്ര. ടയർ കണ്ടീഷനൊക്കെ നോക്കുകയാണെങ്കിൽ 4 ആവറേജ് ടയേഴ്സ് ഉണ്ട്. വേറെ പരിക്കോ ഡാമേജോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വെൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള പെട്രോൾ നമുക്കൊരു 14-15 റേഞ്ചിൽ നമുക്ക് മൈലേജും പ്രതീക്ഷിക്കാവുന്ന ഒരു CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സിൽ ഈ ഒരു വാഹനം സ്വന്തമാക്കാം. 4,15,000 രൂപ നെറ്റ് പ്രൈസോട് കൂടി ഓൾമോസ്റ്റ് ഒരു 350 വരെ നമുക്ക് ലോൺ സൗകര്യം അവൈലബിൾ ഒരു വാഹനം കൂടിയാണിത്. ഇനി ചെറിയ ബഡ്ജറ്റിൽ ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സിൽ ഒരു വാഗണോട് നമുക്കിന്ന് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഒരു വുഡൻ ഫിനിഷിങ്ങിൽ ഇതിൻ്റെ ഡാഷ്ബോർഡ് കാര്യങ്ങളെല്ലാം ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നുള്ള ഡോർ പാഡും ഡാഷ്ബോർഡൊക്കെ ഒരു വുഡൻ തീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കൊരു വേറൊരു ലുക്ക് ഒരു ഫീൽ നമുക്ക് ഇതിനകത്ത് ഉള്ളിൽ കയറുമ്പോൾ അതിന് കിട്ടും. നമ്മൾ ഒരു മെഴ്സിഡീസ് ബെൻസിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഒരു വുഡൻ ഫിനിഷിങ്ങിൽ വരുന്ന പോലെ ആ രീതിക്ക് പിന്നെ ഇത് എനിക്ക് തോന്നുന്നത് സ്റ്റിക്കേഴ്സ് ചെയ്തതിന് ശേഷമാണ് ഇതിങ്ങനെ ഒരു ഡിസൈനിലേക്ക് ആ ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്, ആ പാറ്റേൺ ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫീൽ നമുക്ക് വുഡിൻ്റെ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട്. 2015 മോഡലിൽ നിൽക്കുന്ന LX എന്ന് പേരുന്ന വാഹനം. ജസ്റ്റ് പ്രൈസിങ് കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നത് പുതിയ സ്റ്റോക്കായിട്ട് കയറിയതാണ്. വാഗണറിലും കോഫി ബ്രൗണാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്ന നിരത്തുകൾ കാണാൻ കഴിയുന്നു. ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ ചോദിക്കുന്ന ഒരു കളറും കൂടിയാണ് ഈ കോഫി ബ്രൗൺ എന്നുള്ള ഈ ഒരു കളർ. 5 കോട്ടയം രജിസ്ട്രേഷൻ ചെയ്യുന്ന വാഗണർ LX എന്ന പേരിൽ വെറും 60,000 കിലോമീറ്റർ മാത്രം റൺ ചെയ്തിട്ടുള്ള പ്രോപ്പർ സർവീസ് കാര്യങ്ങളെല്ലാം പോയിട്ട് നല്ല ഒരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നിൽക്കുന്ന ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു വാഗണറും നമ്മുടെ നിന്ന് സ്റ്റോക്ക് കയറിയിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരത്തിനുള്ള കാറ്റലോഗിൽ ഞങ്ങൾ ഇതിൻ്റെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ 2 വാഹനങ്ങൾ പുതിയതായിട്ട് നമുക്ക് സ്റ്റോക്ക് കയറിയ വാഹനങ്ങളും മറ്റു വാഹനത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ വാഹനങ്ങൾ ഒരുപാട് ഞങ്ങൾ വീഡിയോസ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതൊക്കെ റെഗുലറായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.